8 കോർണറിൽ മാത്രമാണ് നമ്മൾ ആൾക്കാരെ വെക്കുന്നതെങ്കിൽ 8 കോർണറിൽ മാത്രമാണ് ആൾക്കാരെ വെക്കുന്നതെങ്കിൽ അയാൾ സിമ്പിൾ ക്യൂബിക്. ഇനി 8 കോർണറിലും ബോഡീന്റെ സെന്ററിലും അങ്ങനെ വെക്കുകയാണെങ്കിൽ അയാൾ ബോഡി സെന്റേഡ്. 8 കോർണറിലും ഫേസിന്റെ സെന്ററിലും ആണെങ്കിൽ അയാൾ എന്താണ് ഫേസ് സെന്റേഡ്. ഞാൻ ഉണ്ടാക്കി വെച്ച് കാണിച്ചു തരാം. ഓക്കെ, 8 കോർണർ സെറ്റ് അല്ലേ? 8 കോർണേഴ്സിൽ ഒരു ക്യൂബ് എടുത്താൽ അതിന്റെ 8 കോർണേഴ്സിൽ മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഉള്ളെങ്കിൽ 8 കോർണറിൽ മാത്രം കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. അങ്ങനെയുള്ള ആളെയാണ് എന്ത് പറയാ അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ സിമ്പിൾ ക്യൂബിക് എന്ന് പറയുക. അതായത് വെറും 8 കോർണേഴ്സിൽ മാത്രമേ ഉള്ളൂ. 8 കോർണേഴ്സ് കാണുന്നില്ല. ഓക്കെ, 8 കോർണേഴ്സിൽ മാത്രം കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിളൊക്കെ തൊട്ട് കിടക്കണം കേട്ടോ. ഞാൻ അടുത്ത സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ട് തൊട്ട് വെക്കാത്ത. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ബോഡീൻ്റെ സെൻറ്ററിൽ, ഇതായത് ബോഡീൻ്റെ സെൻറ്ററിൽ ഒരാളും കൂടി ഉണ്ട്. ഓക്കെ, ബോഡീൻ്റെ സെൻറ്ററിൽ ഒരാളും കൂടി. 8 കോർണേഴ്സിലും ഈ സ്ട്രക്ചറിൻ്റെ ബോഡീൻ്റെ സെൻറ്ററിലും. അപ്പോൾ ഈ സ്ട്രക്ചർ നോക്കേണ്ടത് പറഞ്ഞാൽ ഇതിലെന്താ, ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ടച്ച് ചെയ്യില്ല. ടച്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസ് പറഞ്ഞാൽ ഈ നടുവത്തെ പാർട്ടിക്കിളും ഇയാളും അല്ലെങ്കിൽ ഇയാളും നടുവത്തെ പാർട്ടിക്കിളും അങ്ങനെ ടച്ച് ചെയ്യുള്ളൂ. സെറ്റ്. ഓക്കെ, ഇനി ഫേസ് സെൻറ്റർ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല, അതിനോട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ഫേസ് സെൻറ്റേർഡ് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഇതൊരു ഫേസ് ആണെന്ന് വെച്ചോ. ഈ ഫേസിന്റെ നടുവിൽ ഒന്നും കൂടി ഉണ്ടാവും. ഈ ഫേസിന്റെ നടുവിൽ ഒരു ആറ്റം കൂടി ഉണ്ടാവും. അതാണ് ഫേസ് സെൻറ്റേർഡ്. ഓക്കെ, അപ്പോൾ അതാണ് എന്തിനെ പറ്റിയിട്ട് സിമ്പിൾ ക്യൂബിക് ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്. സെറ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞാൽ എന്താണ്, 8 കോർണേഴ്സിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവുള്ളൂ. ഈ 8 കോർണേഴ്സ് ഉള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്താ, എല്ലാവരും ടച്ച് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, 8 കോർണേഴ്സ് ഉള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എല്ലാവരും ടച്ച് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. 8 കോർണേഴ്സ് ഉള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഫുള്ള് ടച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ കണ്ടോ, ഇവർ ടച്ച് ചെയ്തിട്ട് എല്ലാവരും ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇയാളെയാണ് എന്ത് പറയുക, സിമ്പിൾ ക്യൂബിക് എന്ന് പറയാം. അതിൽ ഒരാളെ എടുത്താൽ, ഇപ്പോൾ അത് ഇയാളെ എടുത്ത് കണ്ട് ഇയാൾ ആരുമായിട്ടാണ് ടച്ച് ചെയ്ത്, ഇവനുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്, വേറെ ആരുമായിട്ട് ഇയാൾ ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ഒരൊറ്റ സെറ്റ് എടുത്താൽ ഇയാൾ ഇവനുമായിട്ടും ഈ 3 ആളായിട്ട് ടച്ച് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഇതേ മോളിക്യൂളിൽ ഇവിടെ വന്നിട്ടാണെങ്കിൽ എന്താ 1 2 3 അങ്ങനെ 3 ടോട്ടൽ 6 ആൾക്കാരുമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ആറ്റം എന്ന് പറയുന്നത് ആ ക്രിസ്റ്റൽ ഫുൾ എടുത്താൽ 6 ആൾക്കാരുമായിട്ട് ടച്ച് ചെയ്യുള്ളൂ. ഓക്കെ, ഈ 3 എണ്ണം എന്ന് പറയുന്നത് ഇതേ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ തന്നെ, ഇതേ യൂണിറ്റ് സെല്ലിൻ്റെ ഉള്ളിൽ 1 2 3. ഇതെന്താ 1 2 3. ഇയാളെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇയാളെ എടുത്താൽ 1 2 3 അങ്ങനെ 3 ആൾക്കാരായിട്ടാണ് ഈ യൂണിറ്റ് സെല്ലുള്ളത്. ഇതേപോലെ തന്നെ വേറെ യൂണിറ്റ് സെൽ ഇങ്ങനെ അട്ടിക്കട്ടിക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ യൂണിറ്റ് സെൽ ഉണ്ടാവും. ആ യൂണിറ്റ് സെല്ലിൽ ഏതൊക്കെയായിരിക്കും, ഈ പാർട്ടിക്കിളും ആയിട്ട് അയാൾ ടച്ച് ഉണ്ടാവുള്ളൂ. അങ്ങനെ ടോട്ടൽ 6 എണ്ണമായിട്ടേ ടച്ച് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം 6 ആൾക്കാരുമായിട്ടാണ് ഒരു ക്യൂബിക്കിലെ ഒരു ആറ്റം ടച്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആറ്റം എത്ര ആൾക്കാരായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ എന്ത് പറയുക, കോർഡിനേഷൻ നമ്പർ കൊണ്ട് പറയാം. ഞാൻ പറയാൻ പോകുന്നുള്ളൂ, ഇതിപ്പം വേറെ സാധനം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ഉണ്ട്. ഈ ആറ്റത്തിൻ്റെ എത്ര പോർഷനാണ് ഈ ക്യൂബിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പം നമുക്കൊരു ആറ്റം ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ എത്ര പോർഷൻ ഈ ക്യൂബിൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിയണം. അതായത് നമുക്കിപ്പോൾ ഈ ആറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് ചോദിച്ചോ. ഇവിടെ അതാ ഒരു ആറ്റം ഉണ്ട്, ഈ ആറ്റം അവിടെ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഈ ആറ്റം ഇവിടെ ഉണ്ട്. ഈ ആറ്റം എത്ര ക്യൂബായിട്ട് കോൺടാക്റ്റിൽ ഉണ്ടാവും? 1/8. ആൻസർ പറയല്ലേ, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി, നിങ്ങൾ പറയല്ലേ. ഓക്കെ, ഇവിടെയാണ് ആറ്റം ഉള്ളത്. അപ്പോൾ ഈ ആറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇയാൾ എന്താ 2 3 ആൾക്കാരായിട്ട്. അപ്പോൾ ഈ രണ്ടാൾക്കാരും കൂടി വേണ്ട, ഒന്നും കൂടി വേണ്ട, മുകളിലും കൂടി ഉണ്ട്. അപ്പോൾ ഈ ആറ്റം എടുത്താൽ ഈ ആറ്റം എന്താ മുകളിലുള്ള 4 ആൾക്കാരുമായിട്ട് ഉണ്ട് കോൺടാക്ട്. ഉണ്ട്. അപ്പോൾ എന്താ മുകളിലുള്ള 4 ആൾക്കാരെ ഞാൻ പൊക്കി. സെറ്റ്. ഓക്കെ, മുകളിലുള്ള 4 ആൾക്കാരെ പൊക്കി. പിന്നെ എന്താ അന്നേരം ഈ ആറ്റത്തിൻ്റെ പകുതി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. മുകളിലുള്ള ആൾക്കാർ ഫുള്ളുണ്ട്. ഇനി എന്താ ആറ്റത്തിൻ്റെ പകുതി, അതിലെന്താ ഇവിടെ 1 2 3 1 2 3 3 2 1 അങ്ങനെ എല്ലാവരും കൂടി പിടിച്ച് ഒഴിവാക്കി. അന്നേരം എന്താ ഈ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഈ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അല്ലേ? ഓക്കെ, ഈ ചെറിയൊരു പോർഷൻ മാത്രമേ ഈ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പോൾ വലിയൊരു ബോൾ എടുത്താൽ ഈ വലിയൊരു ബോളിൻ്റെ എത്ര പോർഷനാണ് അത്? നേരെ എങ്ങനെ മുറിച്ചു 1/2, ഇങ്ങനെ മുറിച്ചു 1/4, പിന്നെ ഒന്നും കൂടി കട്ട് ചെയ്ത് എത്രയാ 1/8. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു സിമ്പിൾ ക്യൂബിക് എടുത്താൽ അതിൽ 1/8 പോർഷൻ ഒരു ക്യൂബിൻ്റെ അല്ലെങ്കിൽ ഒരു ബോളിൻ്റെ 1/8 പോർഷൻ മാത്രമാണ്
ബോൾ ആപ്പിൾ പോലെയാക്കി. ഓക്കെ, അതായത് ഒരു ബോൾ എടുത്താൽ ആ ബോളിന്റെ 1/8 പോർഷൻ മാത്രം, ഇത്ര ചെറിയൊരു പോർഷൻ, ആ ബോളിന്റെ 1/8 പോർഷൻ മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ എത്ര 1/8 പോർഷൻ ഉണ്ടാവും ഒരു സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ? പ്രയർ ടൈം 6 PM, പ്രയർ ടൈം 6 PM. ഓക്കെ, അത് അന്നേരം നമുക്ക് നോക്കാം. പ്രയർ ടൈം ആകുമ്പോൾ ഒന്നും കൂടി പറഞ്ഞാൽ മതി, അന്നേരം നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഒരു ക്യൂബ് എടുത്താൽ ആ ക്യൂബിൽ എത്ര എണ്ണം ഉണ്ട്? 2, 3, 4, 5, 6, 7, 8, ടോട്ടലി 8 ആറ്റംസ് ഇല്ലേ? അപ്പൊ 8 ആറ്റംസിന്റെ 1/8 പോർഷൻ എന്താണ്? ഈ ക്യൂബിന്റെ ഉള്ളിലാ. ക്യൂബിന്റെ ഉള്ളിൽ 8 ആറ്റത്തിന്റെ 1/8 പോർഷൻ, അന്നേരം ഇൻറ്റു 8, അന്നേരം ടോട്ടൽ എത്രയാ? 1 ആറ്റം. അപ്പൊ ഈ എല്ലാ 1/8 കൂടി കൂട്ടുകയാണെങ്കിൽ ടോട്ടൽ ആയിട്ട് ഈ യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിൽ, ആ ക്യൂബിക് ആയിട്ടുള്ള സിമ്പിൾ ക്യൂബിക് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിൽ എത്ര ഉണ്ട്? സാർ 8 വന്ന് മനസ്സിലായില്ല, 8 വന്ന് മനസ്സിലായില്ല എന്ന് നോക്കി. 8 എണ്ണം. 1, 2, 3, 4, 5, 6, 7, 8, 8 എണ്ണം. ഓക്കെ, ഈ 8 എണ്ണത്തിന്, ഈ 8 ആറ്റത്തിൻ്റെയും 1/8 പോർഷൻ, അതായത് ഇത്ര പോർഷൻ, ഒരു ആറ്റത്തിൽ നിന്ന് ഇത്ര വരും. അങ്ങനത്തെ എത്ര എണ്ണം വരും? 8 ആറ്റത്തിൻ്റെ നിന്ന് വരും. ഓക്കെ, അതായത് ഇപ്പം മോളത്തെ 4 എടുത്താൽ ഇയാളെ നിന്ന് ഇങ്ങനെ ഒരു പോർഷൻ കിട്ടും, ഇയാളെ നിന്ന് ഇങ്ങനെ ഒരു പോർഷൻ കിട്ടും, ഇയാളെ നിന്ന് ഇങ്ങനെ ഒരു പോർഷൻ കിട്ടും, ഇയാളെ നിന്ന് ഇങ്ങനെ ഒരു പോർഷൻ കിട്ടും. 4 കിട്ടി. അതുപോലെ താഴത്തെ ആൾക്കാരെടുത്താൽ ഇവിടുന്ന് ഇത് 4, ടോട്ടൽ 8 പോർഷൻ കിട്ടും. 8 1/8 പോർഷൻസ് കിട്ടും നമുക്ക്. അപ്പൊ ഈ 8 × 1/8 ചെയ്താൽ 1. ഒരു യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിൽ ഒരു ആറ്റമേ ഉള്ളൂ. സെറ്റ് അല്ലേ? കുഴപ്പമില്ലല്ലോ. Exam winner. Crack your exams with Exam Winner and be a true winner.